എല്ലാവർക്കും ടെക്ലേ മനസ്സിലായി. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CMF ഫോൺ 1ഉം iQOO ആയിട്ടുള്ള കമ്പാരിസൺ ആണ്. സോ രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അടുത്ത് നിൽക്കുന്ന ഫോൺസ് ആണ്. സോ നമുക്ക് ഇതിൽ ഏതാണ് ബെറ്റർ എന്നൊക്കെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസൈൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ CMF ഫോൺ 1 ആണെങ്കിൽ 8.2 mm ആണ് തിക്നെസ് വരുന്നത്, 197 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു വെറൈറ്റി എന്ന് അല്ലെങ്കിൽ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് കവർ നമുക്ക് മാറ്റാൻ പറ്റും. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഈ കളറാണ് വരുന്നത്, കളർ അനുസരിച്ചാണ്. ബ്ലാക്കും ലൈറ്റ് ഗ്രീൻ ആണെങ്കിൽ പ്ലാസ്റ്റിക് ആയിരിക്കും, ഓറഞ്ചും ബ്ലൂ ആണെങ്കിൽ വീഗൻ ലെതർ ആയിരിക്കും, അങ്ങനെയാണ്. പിന്നെ ഫ്രെയിമും പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. പിന്നെ IP52 റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ കവറിന് വിലയുണ്ട് കേട്ടോ, ഒരു കവറിന് 1500 രൂപയാണ് പ്രൈസ് വരിക. അതേസമയം iQOO ആണെങ്കിൽ 7.8 mm ആണ് തിക്നെസ് വരുന്നത്, 189 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ബാക്ക് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്. IP54 ആണ് റേറ്റിംഗ് വരുന്നത്. സോ എൻ്റെ രീതിയിൽ പറഞ്ഞാൽ ഇച്ചിരി ബെറ്റർ അല്ലെങ്കിൽ ബിൽഡ് ക്വാളിറ്റി ഇച്ചിരി ബെറ്റർ ആയിട്ട് കേൾക്കുന്നത് iQOO ആണ്. ഒന്ന് IP54 റേറ്റിംഗും വരുന്നുണ്ട്. പിന്നെ CMF ഫോൺ 1ൻ്റെ ബാക്ക് കവർ അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള ബാക്ക് കവർ അല്ല, ശരിയൊരു ഫ്ലിംസി ടൈപ്പ് ആണ്, അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള ടൈപ്പ് അല്ല. സോ ബിൽഡ് ക്വാളിറ്റി ഞാൻ iQOO കൊടുക്കും. പിന്നെ ഡിസൈൻ വൈസ് നമുക്ക് പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ CMF ഫോൺ 1ൻ്റെ കൂടെ കുറേ ആക്സറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ബാക്കിലൊരു താഴത്തൊരു നോബുണ്ട്, റൊട്ടേറ്റർ നോബുണ്ട്. അവിടെ നമുക്ക് അത് ഊരിക്കഴിഞ്ഞാൽ നമുക്കത് രണ്ട് ആക്സറീസ് ആണ്. ഒന്ന് നമുക്ക് ഒരു വാലറ്റ് പോലെ ഒരു കേസ് പോലെ കിട്ടും, അതുപോലെ കാർഡ്സും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും. പിന്നെ ഒന്ന് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു നോബും കിട്ടും, അതിനും വിലയുണ്ട്. ഓരോ ആക്സറിക്കും 800 രൂപ വെച്ചാണ് കൊടുക്കേണ്ടത്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി iQOO ഡിസൈൻ വൈസ് പിന്നെ രണ്ടും നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. പിന്നെ നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ CMF ഫോൺ 1ൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ 120 ഹെർട്സിൻ്റെ 10-bit സൂപ്പർ AMOLED പാനലാണ് വരുന്നത്. 240 ഹെർട്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. 960 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ്, 2000 nits ആണ് ബ്രൈറ്റ്നസ് വരുന്നത് പീക്ക്. പിന്നെ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്രാഗൺ ട്രെയിൽ പ്രോ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാൻ ആണ് വരുന്നത്. അതേസമയം iQOO ആണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ 120 ഹെർട്സിൻ്റെ AMOLED പാനലാണ് വരുന്നത്. 1800 nits പീക്ക് വരുന്നുണ്ട്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. ഡ്രാഗൺ ട്രെയിൽ സ്റ്റാർ 2+ ആണ് പ്രൊട്ടക്ഷൻ വരുന്നത്. സോ ഡിസ്പ്ലേ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയിട്ട് എടുക്കുന്ന ഡിസ്പ്ലേ ഉപയോഗിച്ചിരിക്കുന്നത് CMF ഫോൺ 1ൻ്റെ ആണ്. ഒന്ന് 10-bit ആണ്, പിന്നെ ബ്രൈറ്റ്നസും കൂടുതലാണ്, അങ്ങനത്തെ കാര്യങ്ങളുകൊണ്ട് ഇച്ചിരി ബെറ്റർ ആയിട്ട് എടുക്കുന്ന ഡിസ്പ്ലേ CMF ഫോൺ 1 ആണ്. ഇനി ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ CMF ഫോൺ 1ലാണെങ്കിൽ സിംഗിൾ സ്പീക്കർ വരുന്നുള്ളൂ, ഹെഡ്ഫോൺ ജാക്കൊന്നും വരുന്നില്ല. അതേസമയം iQOO ആണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, പക്ഷേ ഹെഡ്ഫോൺ ജാക്ക് കിട്ടത്തില്ല. പിന്നെ ഹൈ റെസൊല്യൂഷൻ കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഇച്ചിരി ബെറ്റർ ആയിട്ട് എടുക്കുന്നത്. ഓവറോൾ പാക്കേജ് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ബെറ്റർ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് iQOO ആയിരിക്കും. ഇനി നമ്മൾ പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ CMF ഫോൺ 1ലാണെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള MediaTek Dimensity 7300 ആണ്. ലേറ്റസ്റ്റ് എന്ന് പറയുന്നേ ഉള്ളൂ, കാരണം നമ്പർ അനുസരിച്ച് ലേറ്റസ്റ്റ് ആണ്. പക്ഷേ പ്രോസസ്സർ നോക്കിക്കഴിഞ്ഞാൽ ഇത് പഴയ ഒരു 7050 ഒക്കെ ഒരു അപ്ഗ്രേഡർ വേർഷൻ എന്നൊക്കെ വേണം പറയാം. ഇതിന് സ്പെക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് LPDDR4X റാം, UFS 3.1 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ ഹൈബ്രിഡ് കാർഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു സിം അല്ലെങ്കിൽ ഒരു SD കാർഡ് ഇടാൻ പറ്റും, അല്ലെങ്കിൽ 2 സിം ഇടാൻ പറ്റും. അതേസമയം iQOO ആണെങ്കിൽ MediaTek Dimensity 7200 ആണ് വരുന്നത്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പ്രോസസ്സറാണിത്. സ്പെക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് LPDDR4X റാം, UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. ഹൈബ്രിഡ് കാർഡ് വരുന്നുണ്ട്. സോ നമുക്കൊരു പെട്ടെന്ന് Dimensity 7300 വേഴ്സസ് 7200 നോക്കുവാണെങ്കിൽ നമ്മൾ ഒരു ടെക്കി അല്ലാത്തവരാണെങ്കിൽ നമ്മൾ എന്ത് പറയും, Dimensity 7300 ആണ് ബെറ്റർ എന്ന് പറയും. അല്ല, നമുക്ക് സ്പെക്ക് നോക്കി അറിയാൻ പറ്റും. നമുക്ക് Dimensity 7300 4 Cortex A78 ആണ് വരുന്നത്, പിന്നെ 4 Cortex A55. അതേസമയം 7200 2 Cortex A715 ആണ് വരുന്നത്, ലേറ്റസ്റ്റ് കോഴ്സ് ആണ് വരുന്നത്. പിന്നെ 6 Cortex A510 ലേറ്റസ്റ്റ് കോഴ്സ് ആണ് വരുന്നത്. പിന്നെ GPയുടെ കാര്യത്തിൽ നമുക്ക് 7300 മാലി G615 MC2 ആണ്. അതേസമയം Dimensity 7200 G610 MP4 ആണ്. സോ 2 എക്സ്ട്രാ കോഴ്സും കൂടുതൽ കിട്ടുന്നുണ്ട്. ഇവന്തോ ഒരു ജനറേഷൻ പുറകിലാണെങ്കിലും 2 എക്സ്ട്രാ കോഴ്സ് കിട്ടുന്നതുകൊണ്ട് ബെറ്റർ GP പെർഫോമൻസ് കാണിച്ചു വെക്കുന്നതും iQOO തന്നെയാണ്. നമുക്ക് ആൻഡ്രോയിഡ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. നമ്മൾ ആൻഡ്രോയിഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 6,34,847 ആണ് വരുന്നത്. CPU 1,56,616, GPU 1,49,831 ആണ്. അതേസമയം Dimensity 7200 ആണെങ്കിൽ 7,13,110 ആണ്. CPU 2,43,264, GPU 1,78,796 ആണ്. സോ ബെറ്റർ ആയിട്ടുള്ള ഗെയിമിംഗ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ Dimensity 7200 ആയിരിക്കും. പിന്നെ രണ്ടും ഡേ ടു ഡേ ടാസ്കിലും കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമുണ്ടാകുന്നില്ല. ഇന്ന് നമ്മൾ OSൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ CMF ഫോൺ 1ൽ NothingOS 2.6 ആണ് വരുന്നത്. Android 14 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ്. 2 വർഷം സ്റ്റാൻഡേർഡ് അപ്ഡേറ്റ് വരുന്നുണ്ട്.
3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് വരുന്നുണ്ട്. അതേസമയം iQOO Z9 ആണെങ്കിൽ FunTouchOS 14 ആണ്, ആൻഡ്രോയിഡ് 14 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ്. സെയിം 2 വർഷം സ്റ്റാൻഡേർഡ് അപ്ഡേറ്റ്, 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആണ് വരുന്നത്. OSന്റെ കാര്യത്തിൽ ബെറ്റർ ആയിട്ടേക്കുന്നത് നത്തിങ് OS ആണ്. കാരണം ബ്ലോട്ട് വെയർസും ആഡ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതേസമയം FunTouchOSൽ അത്യാവശ്യം ബ്ലോട്ട് വെയർസ് ഒക്കെ വരുന്നുണ്ട്. കുറച്ച് പണി ചെയ്യണം നമ്മളൊന്ന് ക്ലീൻ ആക്കി എടുക്കണമെങ്കിൽ. ഇനി ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ CMF ഫോൺ 1ലാണെങ്കിൽ നമുക്കൊരു ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് പുറകിൽ. ഒരു പ്രൈമറി ഒരു 50 മെഗാ പിക്സലിന്റെ f1.8 ആപ്സിൽ വരുന്ന സോണി IMX882 ആണ് വരുന്നത്. പിന്നെ 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസർ ആണ്. 4K 30 FPS ആണ് മാക്സ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. സെൽഫി ആണെങ്കിൽ 16 മെഗാ പിക്സൽ f2.0 സെൽഫി 1080p 30 FPS. അതേസമയം iQOO Z9 ആണെങ്കിൽ സെയിം സെൻസർ ആണ് ഇവിടെയും വരുന്നത്. 50 മെഗാ പിക്സൽ f1.8 ആപ്സിൽ വരുന്ന സോണി IMX882 ആണ്. പക്ഷേ ഒരു ഡിഫറൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. വളരെ ഡിഫറൻസ് കിട്ടും. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുമ്പോൾ തന്നെ ഇച്ചിരി ഡീറ്റെയിൽസ് കൂടുതലായിരിക്കും. ലോ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ വളരെ ഡിഫറൻസ് വരും. പിന്നെ 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസർ വരുന്നുണ്ട്. 4K 30 FPS ആണ് ഇവിടെയും വരുന്നത്. നമുക്ക് സെൽഫി ക്യാമറ കിട്ടുന്ന ഒരു 16 മെഗാ പിക്സൽ f2.0 സെൽഫി ക്യാമറയാണ്. 1080p 30 FPS ആണ് വരുന്നത്. സോ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ബെറ്റർ ആയിട്ട് എടുക്കുന്ന iQOO Z9 തന്നെയാണ്. ഇതിനുള്ള നെക്സ്റ്റ് ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ CMF ഫോൺ 1 കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 0 to 100 ഒരു മണിക്കൂർ 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് എത്തും. പക്ഷേ നമുക്കിവിടെ കിട്ടുന്ന ഒരു 33 വാട്ട്സിന്റെ ചാർജറാണ്. ബോക്സിൽ കിട്ടത്തില്ല, എക്സ്ട്രാ പുറത്തുനിന്ന് വാങ്ങിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ 800 രൂപ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ 5 മണിക്കൂർ തൊട്ട് 6 മണിക്കൂർ വരെയൊക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടും. അതേസമയം iQOO Z9 ആണെങ്കിൽ 5000 mAh ബാറ്ററി തന്നെയാണ് ഇവിടെയും വരുന്നത്. 0 to 100 ഒരു ഇതേപോലെ തന്നെ 1 മണിക്കൂർ 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ടൊക്കെ ആവും. കാരണം ഇവിടെ ചാർജർ ഫാസ്റ്ററാണ്. ഇവിടെ 44 വാട്ട്സിന്റെ ചാർജർ നമുക്ക് ബോക്സിൽ കിട്ടും. സോ ബാറ്ററിയുടെ കാര്യത്തിന് ഇച്ചിരി ബെറ്റർ ആയിട്ട് എടുക്കുന്നത് iQOO Z9 തന്നെയാണ്. സോ നമ്മൾ ഈ 2 സ്മാർട്ട് ഫോൺസിന്റെ കണക്ടിവിറ്റി ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ CMF ഫോൺ 1 13 5G ബാൻഡ് വരുന്നുണ്ട്, Wi-Fi 6 വരുന്നുണ്ട്, Bluetooth 5.3 ആണ് വരുന്നത്, USB Type-C 2.0 ഹൈബ്രിഡ് കാർഡ് സ്ലോട്ട്. അതേസമയം iQOO Z9 ആണെങ്കിൽ 8 5G ബാൻഡ്, Wi-Fi 6, Bluetooth 5.3, USB Type-C 2.0 ഹൈബ്രിഡ് കാർഡ് സ്ലോട്ട്. വലിയ വ്യത്യാസങ്ങളില്ല. 5G ബാൻഡ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. രണ്ടിലും അത്യാവശ്യം നല്ല കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2 സ്മാർട്ട് ഫോൺസിന്റെ പ്രൈസിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ CMF ഫോൺ 1 2 വേരിയന്റ് ആണ്. 6GB 128ഉം 8GB 128ഉം. അതിൽ 6GB 128ന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 16,800 രൂപ വരും. 16,000 ആണ്, 800 രൂപ ചാർജറിന്റെ പൈസ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. പിന്നെ 8GB 128 ആണെങ്കിൽ 12,000 ആണ്, പിന്നെ എക്സ്ട്രാ 800 ആഡ് ചെയ്യുമ്പോൾ 18,800. അതേസമയം iQOO Z9 ആണെങ്കിൽ 8GB 128ന് 18,620ഉം 8GB 256ന് 20,695. സോ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ടോപ്പ് വേരിയന്റ് നമ്മൾ നോക്കുവാണ്. ഇപ്പോൾ CMF ഫോൺ 1 ടോപ്പ് വേരിയന്റും നമ്മുടെ iQOO Z9ന്റെ ടോപ്പ് ബേസ് വേരിയന്റും സെയിം ആണ്, 8GB 128 ആണ്. അതിന്റെ പ്രൈസ് വെച്ച് നോക്കുവാണെങ്കിൽ iQOO Z9 ആണ് ഇച്ചിരി ചീപ്പർ. സോ നമുക്ക് ഇച്ചിരി ചീപ്പർ പ്രൈസിൽ നമുക്ക് എക്സ്ട്രാ സ്പെക്ക് നമുക്ക് iQOO Z9 കിട്ടുന്നുണ്ട്. കുറേ സ്പെക്ക് എക്സ്ട്രാ കൂടുതൽ കിട്ടുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന്റെ 2 സ്മാർട്ട് ഫോൺസ് തമ്മിലുള്ള ഡിഫറൻസ് ആയി തന്നെ നോക്കാം. നമുക്ക് CMF ഫോൺ എന്തൊക്കെ വരുന്നു നമ്മൾ നോക്കുവാണെങ്കിൽ ബെറ്റർ ഡിസ്പ്ലേ ആണ്, 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. ബെറ്റർ OS വരുന്നുണ്ട്. പിന്നെ സ്വാപ്പബിൾ ബാക്ക് കവർ ആണ്, നമുക്ക് ബാക്ക് കവർ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ UFS 3.1 സ്റ്റോറേജ് ഉണ്ട്. പിന്നെ IP52 റേറ്റിംഗ് വരുന്നുണ്ട്. അതേസമയം iQOO Z9 ആണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. Dimensity 7200 വരുന്നുണ്ട്. ക്യാമറയിൽ OIS വരുന്നുണ്ട്. 44 വാട്ട്സിന്റെ ചാർജർ ബോക്സിൽ കിട്ടും. പിന്നെ IP54 റേറ്റിംഗ് വരുന്നുണ്ട്. സോ എൻ്റെ രീതിയിൽ പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കുറഞ്ഞ പൈസയിൽ ഇഷ്ടംപോലെ സ്പെക്ക് നമുക്ക് iQOO Z9 കിട്ടുന്നുണ്ട്. ഒരു ഫോണിന് വേണ്ട, എന്നിട്ട് അത്യാവശ്യം ഫോണിന് വേണ്ട എല്ലാ സ്പെക്കും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്ന പറഞ്ഞ പോലെ തന്നെ സ്പെക്കൊക്കെ അതിൽ വരുന്നുണ്ട്. CMF ഫോൺ 1 ആണെങ്കിൽ ഒരു വെറൈറ്റി പിടിക്കാൻ പറ്റിയ ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒരു പുതുമ വേണമെന്നുള്ളവർക്ക് പോകാൻ പറ്റിയ ഫോണാണ് CMF ഫോൺ 1. കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഇച്ചിരി കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഫോണാണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ യൂസേഴ്സിനും അല്ലെങ്കിൽ ഗെയിമേഴ്സിനും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് iQOO Z9 ആയിരിക്കും. സോ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ താഴെ നിന്ന് കമന്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.